ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വീട്ടിൽ കേക്ക് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഒരു OTG കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ അതിൽ കേക്കൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് 2 മുട്ടയും ഒരു 180 ml കപ്പിൽ നമ്മൾ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര മുട്ട എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്തണം. അപ്പോൾ നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്യണം കേട്ടോ. നല്ല പത പോലെ വരണം. നന്നായിട്ട് ബീറ്റ് ചെയ്താലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. ഏകദേശം ഈ ഒരു ക്രീം പോലത്തെ ഒരു പരുവമാണ്. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്തു. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം കേട്ടോ. കാണിക്കാം അളവ് 3/4 എണ്ണ ഒഴിക്കാം. ഇത് റൈസ് ബ്രാൻ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. പിന്നെ എത്ര മിൽക്കാണ്? ഹാഫ് മിൽക്ക്. നമ്മൾ പഞ്ചസാര എടുത്ത അതേ കപ്പിൽ നമ്മൾ 3/4 അളവിൽ എണ്ണയും നമ്മൾ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചത്. നമുക്ക് നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് ഒഴിക്കാം കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ മാത്രം ഒഴിക്കരുത്. പിന്നെ നമ്മൾ ഇത് ഒഴിക്കണം കേട്ടോ, പാലും കൂടി ഒഴിക്കണം. ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് ഒരു സ്പൂണ് വാനില എസൻസും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. കുറേ ആയിട്ടോ കേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സാമഗ്രികളും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു അബദ്ധം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര ഡയറക്റ്റ് ചേർത്തു. പഞ്ചസാര പൊടിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അത് അലിയാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. നമ്മൾ എത്ര ബീറ്റ് ചെയ്തിട്ടും അടിയിൽ കുറച്ച് പഞ്ചസാര കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചസാര നിങ്ങൾ എപ്പോഴും പൊടിച്ചിട്ട് ചേർക്കാൻ ശ്രമിക്കുക. ഇന്ന് ഞാനിവിടെ ഒരു താജ്മഹൽ പണിയെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് നോക്കിയിട്ട് ഏട്ടനാണ് മെയിനായിട്ട് ഇത് കുക്ക് ചെയ്തത്. ഞാൻ അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് അർഷിവ് അവിടെ നിൽക്കുന്നത്. ഇവിടെ നോക്ക്, തംസപ്പ് താട്ടം തരുമല്ലോ. എൻ്റെ അമ്മോ, കുക്കിങ് തുടങ്ങിയപ്പോൾ തന്നെ ഏട്ടൻ എന്താ ജാട. അങ്ങനെ നമുക്കിനി മൈദ എടുക്കാം ഗൈസ്. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. നമ്മൾ എത്ര മൈദ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക്. അപ്പം നമ്മളിത് നേരത്തെ എടുത്ത അതേ കപ്പിൽ 1.5 കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ഉപ്പ് കേക്കിലിടോട്ടാ. ഒരു കാലാ ഒരു 1 പിഞ്ചോ വേണോ? ഇട്ടു സോൾട്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലൊരു ഫിൽറ്ററിൽ നന്നായിട്ട് പൊടി നന്നായി അരിച്ചെടുക്കണം കേട്ടോ. ഈ ഉപ്പും ബേക്കിംഗ് പൗഡറും ഈ പൊടിയും കൂടെ നന്നായിട്ട് അരിച്ചിട്ട് നമ്മൾ ആ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് ആഡ് ചെയ്യണം. എന്താടാ അല്ല, പൊടിയിലൊന്നും ഉണ്ടാവില്ല മൈദയിൽ. പിന്നെ എന്തിനാണ് അവർ അരിക്കാൻ പറഞ്ഞത്? ഓൾ പർപ്പസ് ഫ്ലോർ ആണെങ്കിൽ മാത്രം അരിക്കണം. അപ്പോൾ മൈദയിൽ അത്ര പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആദ്യം ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടിയെല്ലാം ഈ ഇതുമായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മളൊരു ബീറ്റർ കൊണ്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇതെല്ലാവിടെയും നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മളത് കേക്ക് മോൾഡിലേക്ക് അടിയിൽ ബട്ടർ ഷീറ്റ് വിരിച്ചതിന് ശേഷം നമ്മളിത് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെക്കറേഷന് വേണ്ടിയിട്ട് വല്ല ടൂട്ടി ഫ്രൂട്ടി അല്ലെങ്കിൽ കാരമലൈസ് ചെയ്തിട്ടുള്ള പഞ്ചസാര അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. കാഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ടൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ ടെമ്പറേച്ചറിൽ 180 ഡിഗ്രി ടെമ്പറേച്ചറിൽ 35 മിനിറ്റ് നേരത്തിന് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോസസ്സ് ഉണ്ട്. വിപ്പിംഗ് ക്രീം തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മേലെ ഒരു ക്രീം തേക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു പൗഡർ വാങ്ങിയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കതിൽ ഉപയോഗിക്കേണ്ട രീതിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പൗഡറിൽ നമുക്ക് ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതേ ബൗളിൽ നമ്മൾ ഈ പൗഡർ 100 ഗ്രാം പൗഡറാണ്, അത് മുഴുവൻ നമ്മൾ ഉപയോഗിക്കണം. കോൾഡ് മിൽക്ക് ഓർ വാട്ടർ ആയിരുന്നു 100 മതി ആസ് റിക്വയർഡ്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് തന്നെ ജ്യൂസ് കട്ടിയാവും നോക്കിയിട്ട് പിന്നെ 15 മിനിറ്റ് ഫ്രിഡ്ജിലും വെക്കണം.
അപ്പോൾ ഞങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ വിപ്പിംഗ് ക്രീം വീട്ടിലുണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഡയറക്റ്റ് പൊടി വാങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത്. തണുത്ത പാല് അല്ലെങ്കിൽ വെള്ളം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 100 ഗ്രാം പൗഡറിലേക്ക് 200 ml തണുത്ത പാൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മളിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് 15 മിനിറ്റ് തണുപ്പിക്കാൻ വെക്കണേ. ആ സമയത്തേക്ക് നമ്മുടെ കേക്ക് തയ്യാറായിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഒരു ചെറിയൊരു പട്ട ഇടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന കപ്പിൽ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി. പാനിയാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഷുഗർ സിറപ്പ് റൂം ടെമ്പറേച്ചറിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ആയുധം വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേയും എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെറ്റായിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് വെളിയിലെടുത്തു. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും സ്പോഞ്ച് കേക്കാണ്, നന്നായിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം നമുക്ക് ഈ സമയത്ത് വെളിയിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അപ്പൂന് ചെയ്യാനൊരു ആഗ്രഹം. അപ്പോൾ ഞാനും അപ്പൂനെ ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂട്ട് നല്ല കട്ടിയാക്കി എടുക്കുക കേട്ടോ. വിപ്പിംഗ് ക്രീം നല്ല ഐസ്ക്രീമിൻ്റെ മണമായിരുന്നു ഗൈസ്. ശരിക്കും എല്ലാ ഐസ്ക്രീം കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. നക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പാകത്തിന് മധുരമൊക്കെ ഉള്ള ഒരു ക്രീമി ടൈപ്പായിരുന്നു. അപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം സെറ്റായിട്ടുണ്ട്. ഐസ്ക്രീം ഇനി ഐസിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു വീഡിയോൻ്റെ റെഫറൻസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കേക്കിനെ 2 ആക്കിയിട്ട് മുറിച്ചു കേട്ടോ. അവർ കാണിക്കുന്ന വീഡിയോയിൽ ഒരു 3 ആയിട്ട് കട്ട് ചെയ്തു. പക്ഷേ ഞങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കേക്കിനെ 2 ആക്കിയിട്ട് അങ്ങോട്ട് മുറിച്ചു. അപ്പോൾ ആ മേലത്തെ ഭാഗത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം അതിൻ്റെ മേലെ ഇട്ടിട്ട് നന്നായിട്ട് പിന്നെ എല്ലാ ഭാഗത്തും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യണം. ഏട്ടനാണെങ്കിൽ പണ്ട് കേക്ക് ഉണ്ടാക്കി നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെയാണെങ്കിൽ ചെയ്യാൻ അയക്കുന്നതുമില്ല ഏട്ടൻ തന്നെ. ഞാൻ തന്നെ ചെയ്ത് കാണിച്ചു തരാം, ഞാൻ നന്നായി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കേക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ നന്നായി പരത്തിയതിന് ശേഷം മേലെ വെച്ചതിന് ശേഷം രണ്ടാമത്തെ കേക്കിൻ്റെ മേലെ ഇതുപോലെ ഷുഗർ സിറപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചോദിക്കുന്ന ഏട്ടാ ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് കുറേ ചോദിച്ചപ്പോഴാണ് എനിക്ക് തന്നത് ഗൈസ്. അപ്പോൾ ഞാൻ കിട്ടിയ ചാൻസിന് വേഗം എല്ലാവരുടെയും നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ അവിടെ നിന്നിട്ട് നന്നായിട്ട് തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ആക്കിയിട്ടില്ല, ഇവിടെ ആക്കിയിട്ടില്ല, ആ ഭാഗത്ത് നിന്ന് മുട്ടിക്ക്, ഈ ഭാഗത്ത് മുട്ടിക്ക്, ഇത്ര ഷുഗർ സിറപ്പ് വേണ്ട, ഇത്ര കൂടുതലെടുക്കണ്ട, കുറച്ചാക്ക്, നന്നായി സ്പ്രെഡ് ചെയ്യുക, അങ്ങനെയാക്ക് ഇങ്ങനെയാക്ക്. എൻ്റെ അമ്മോ, എന്താ ഒരു ഷെഫിൻ്റെ ഒരു അഹങ്കാരം നോക്കണേ. വീഡിയോയിൽ കാണിച്ച പോലെ അവർ പറഞ്ഞ പോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നേരെ ഉണ്ടാവില്ല. ഞാൻ അതുപോലെ കേക്ക് ഉണ്ടാക്കിയപ്പോഴല്ലേ നേരെ വന്നത്. അപ്പോൾ അതുപോലെ അവർ പറഞ്ഞ പോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്. നമ്മുടെ മോട്ടു പത്ലു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ഏട്ടൻ തന്നെ വീണ്ടും ബാക്കിയൊക്കെ ക്രീമെല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഐസിങ്ങിൻ്റെ ഒരു ഡിസൈനിൻ്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 4 ഡിസൈനൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തു. വേറെ എന്തെങ്കിലും അലങ്കോല പലങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ക്രീം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മേലെ കുറച്ച് പൊമോഗ്രാനേറ്റും പിന്നെ 4 മുന്തിരിയും വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വൈകുന്നേരം 4 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ഇത് എങ്ങനെ ഉണ്ടാവും, ഹാർഡായിരിക്കുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയപ്പോൾ സംഭവം സൂപ്പറായിരുന്നു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വൈറ്റ് ഫോറസ്റ്റൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുട്ടൻ്റെ മണമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൂനും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഗൈസ് ഞങ്ങൾ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയ കഥ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യാട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.